പക്ഷെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ബുൽബുലയെ നമ്മുടെ ആണെന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി അല്ലേ. അപ്പോ ഇവിടുന്ന് പോയതാണ് എല്ലാ പരിപാടിയും. അപ്പൊ അതുപോലെ ഈ എന്റെ രൂപം ശരിയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും, ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ, ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അതില് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരു ബോളിവുഡ് ലെവൽ വന്നു വന്നു, അതുകൊണ്ടാണ് എനിക്ക് ചോദിച്ചത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ആയതുകൊണ്ടേ അതാ ചോദിച്ചത്. ഓ, അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ന്യൂസ് വരുന്നത്. ഇവിടെ തന്നെ കരിമുകൾ അമ്പലങ്ങളും തൃപ്പൂണിത്തുറ പോയാൽ മതി. ഹലോ മമ്മി ദോ എന്നും ഒരു പ്ലാൻ ഉണ്ട്. മമ്മി റിട്ടേൺസ്. അതെ, ഹലോ മമ്മി. ഹലോ മമ്മി 2 ആണ് ഈസി ആയിട്ട് നമ്മള് ഒരു വർക്ക് ചെയ്യാവുന്ന ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവര് വച്ചിരിക്കുന്നത്. പിന്നെ ഞാനുണ്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. അല്ല, ഒരു വലിയ അതെ. ഇല്ല, ഞാൻ പുറത്തുനിന്ന് ആള് വേണ്ടെന്നുള്ള അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാറിന് ഇന്ന് ഞാൻ ഏറിക്കാറല്ല, പടം ഫുള്ള് ഞാൻ ഏറാണ്. ഇനി പടം കഴിഞ്ഞിട്ട് ഏറിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ. ഇവര് വേറെ ഒരു പ്ലാൻ ഒക്കെ പറയണ്ടായിരുന്നു വെച്ചാൽ, പക്ഷെ എനിക്ക് അതൊന്ന് റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് അത്രേ ഉള്ളൂ. പോസ്റ്റ് പ്രൊഡക്ഷൻ അത് ബ്രേക്ക് ചെയ്യാന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. എത്രത്തോളം എഫക്റ്റാണ് ഷാഡോ പോലെ കാണിക്കുക, ഹൊറർപടത്തിൽ കാണിക്കുക. ഹൊറർപടം കാണുമ്പോൾ ഏകദേശം ഒരു പ്രഡിക്ഷൻ ഉണ്ടാകും, ഇന്ന ഷോട്ടിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന മൂവ്മെന്റ് അവിടെ നടന്നിരിക്കും, അവിടെ ഒരു ഗോസ്റ്റ് വന്നിരിക്കും. ഒരു സ്ക്രീൻ കാണുമ്പോൾ ഒരു നോർമൽ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു ഇത് ഫീലിംഗ് ആണ്. അത് ബ്രേക്ക് ചെയ്യണമെന്നൊരു ഇത് ബ്രേക്ക് ചെയ്താൽ എനിക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്തും. അതെത്രത്തോളം ഹാർഡ് വർക്ക് അല്ലേ അത്. ഈ പറഞ്ഞ പോലെ ഹൊറർ എലമെന്റ് ഒരുപാട് കയറ്റി വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഒന്നാമതിനകത്ത് മമ്മിയാണ്. എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളോട് യൂസ്ഡ് ആവും. പിന്നെ നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ട സിനിമകളെല്ലാം നമുക്കറിയാം വരും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ തായ്പ വരാനുണ്ട്, അല്ലെങ്കിൽ ജംപ് സ്കെയർ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങളത് ഒബ്വിയസ്ലി ഞങ്ങളത് കുറച്ച് ഒഴിവാക്കിയായിരുന്നു ചെയ്തിരിക്കുന്നത്. ഒന്നാമത് നമുക്ക് ഈ ഫണ്ട് കയറി വരണം. പിന്നെ ഒരു 1 man ഷോ ഇതിനകത്ത് ഒരു സമയം വരെ കളിക്കുന്നുണ്ട്. ആ 1 man ഷോയ്ക്ക് ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ പേടിയല്ല, പിന്നെ വേറെ തരത്തിലാണ് ആ കൈകാര്യം ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഹൊററിനെ. വേറൊരു ചോയ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല. ബിന്ദു ചേച്ചി മതി ആദ്യമേ ഞങ്ങൾ തീരുമാനിച്ചത്. ബിന്ദു ചേച്ചി എന്താ ചെയ്യണം. ബിന്ദു ചേച്ചി ഭയങ്കര എഫേർട്ട് ഇട്ട് ചെയ്തു. ബിന്ദു ചേച്ചിക്ക് ഭയങ്കര ഇത് നല്ല കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് അറിയാം ചേച്ചി അത് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത പോലെ എനിക്ക് ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഉള്ള ചെറിയ അല്ലേ ആക്ഷൻ പറയുന്നില്ല. തുടക്കം കാണിക്കുന്ന ഭയങ്കര രീതിക്കാണ് വലിയ ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എത്ര